ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നാരായണൻ ചോദിച്ചതാണ്, ഇവിടെ ഡിസ്കസ് ചെയ്തതാണ്. ഈ ഞാൻ ചോദിക്കുന്നത്, ഈ വർക്ക് എൻവയറമെന്റിൽ ഈ സ്ട്രെസ് എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ഉണ്ടാവുമോ? കാരണം എല്ലാവർക്കും ചെറിയ തോതില്, വലിയ തോതില്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലെവലിൽ സ്ട്രെസ് എല്ലാവർക്കും ഉണ്ടാവും. എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല, ഇതുവരെ അത് നോട്ടീസ് ചെയ്തിട്ടില്ല. വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ് എനിക്ക് അനുഭവപ്പെടുന്നു എന്നുള്ള ഒരു തോന്നൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം വർക്ക് എൻവയറമെന്റിൽ അല്ലെങ്കിൽ ഓഫീസിൽ അത് വർക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ പ്രോബ്ലങ്ങളെ അഭിമുഖീകരിക്കാറുണ്ട്. അത് സോൾവ് ചെയ്യപ്പെടും, ഇല്ലെങ്കിൽ ചിലപ്പോൾ സോൾവ് ചെയ്തിട്ടില്ല എന്ന് വരാം. എന്നാലും അത് സ്ട്രെസ്സിലേക്ക് ഒന്നും മാറിയതായിട്ട് തോന്നിയിട്ടില്ല. അക്കാര്യത്തെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. നമ്മൾ ആ സ്ട്രെസ്സിലൂടെയാണ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ വർക്ക് കാരണം ഒരു സ്ട്രെസ് ഉണ്ടായി എന്ന്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ വർക്ക് റിലേറ്റഡ് സ്ട്രെസ് ഇല്ലാത്ത ആളുകൾ ഉണ്ടായിരിക്കുമോ? അല്ലയോ എന്റെ തോന്നല് മാത്രമായിരിക്കുമോ? അതില്ലേ, നമ്മള് സ്ട്രെസ്സിനെ നമ്മള് ഒന്ന് അനലൈറ്റിക്കലായിട്ട് നോക്കുമ്പം ഇങ്ങനെ നോക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഒരു ജോലി ഉണ്ട്, ജോലിന്റെ ഡിമാൻഡ്സ് ഉണ്ട്. ഡിമാൻഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്റർപേഴ്സണലും എൻവയോൺമെന്റിനകത്തുള്ള ഡിമാൻഡ് എല്ലാം വരും. അത് ഡീൽ ചെയ്യാൻ നമുക്കൊരു കപ്പാസിറ്റി ഉണ്ട്, നമ്മളൊരു കോപ്പിംഗ് സ്കിൽസ് എന്നൊക്കെ പറയുന്ന രീതി. അപ്പൊ ഇത് രണ്ടും മാച്ച് ചെയ്ത് പോകുന്ന സാഹചര്യങ്ങളിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പം ഒരാൾക്ക് സ്ട്രെസ് ആയിട്ട് തോന്നാത്ത സാധനം വേറൊരാൾക്ക് ചിലപ്പോൾ അത്രയും പറ്റൂല. ചില ആൾക്കാർക്ക് ഇപ്പൊ കാര്യമായ ഡിമാൻഡ് ഒക്കെ എൻവയോൺമെന്റ് എന്ന് വന്നാൽ അത് മീറ്റ് ചെയ്യാൻ പറ്റും, അതൊരു പ്രശ്നം വരില്ല. അപ്പം ആ ഒരു വ്യത്യാസം ഉണ്ടാവും സ്ട്രെസ്സിന്റെ കാര്യത്തിൽ. സ്ട്രെസ്സിന്റെ ഒരു എലമെന്റ് എന്ന് പറഞ്ഞാൽ പെർസീവ്ഡ് സ്ട്രെസ് എന്നുള്ളത് കൂടിയാണ്. നമുക്കത് ഫീൽ ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമുക്ക് ഇതെല്ലാം കൂടി ചെയ്യാൻ പറ്റുന്നില്ല, ഇതെല്ലാം ഓവർവെൽമിംഗ് ആണ് എന്ന് തോന്നുന്ന അവസ്ഥയിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാവും. അല്ല, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, നമ്മൾ കാര്യങ്ങൾ ചെയ്യാണ്, നമുക്ക് അതിന് പറ്റും എന്നുള്ള ഒരു തോന്നലും, അതുപോലെ തന്നെ നമുക്ക് അതിനുള്ള ഒരു മാനസിക ശാരീരിക ശേഷികളും ഉണ്ടെങ്കിൽ നമുക്കത് പറയാ, അധികം സ്ട്രെസ് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും. ഒരു സർട്ടൻ ലെവൽ ഓഫ് സ്ട്രെസ് എല്ലാവർക്കും ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് കൺസെപ്റ്റുവൽ ആണ്. അതായത് സ്ട്രെസ് എന്നൊക്കെ പറയുന്നത്, നമ്മളിപ്പോ ഒരു പരീക്ഷ എഴുതണമെങ്കിൽ നമുക്കൊരു സർട്ടൻ ലെവൽ ഓഫ് ഒരു നമ്മൾ എന്തായാലും വൈകുന്നേരം ചായ കുടിച്ച് വർത്താനം പറയുന്ന രീതിയിലല്ല പരീക്ഷ എഴുതുക. ആ ഒരു ലെവൽ ഓഫ് ഒരു റെഡിനെസ് ഉണ്ടാവും. അപ്പൊ അത് എല്ലാവർക്കും ഉണ്ടാവുന്ന സ്ട്രെസ് ആണ്. അതിന് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് പറയുന്നില്ല. മറിച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഓവർവെൽംഡ് ആവുന്നതേ ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ നിങ്ങളെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളായിരിക്കും ഉണ്ടാവുക, നിങ്ങളെ രീതി കൊണ്ടും അതുപോലെ തന്നെ വർക്കിന്റെ സ്വഭാവം കൊണ്ടും. ഓക്കെ, താങ്ക് യു. ചോദിച്ചോട്ടെ? ഡയറക്റ്റ് ഇതിനോട് റിലേറ്റഡ് ആണോ എന്നറിയില്ല. ഈ നമ്മുടെ ഇൻഫോസിസിൽ നാരായണമൂർത്തി അടുത്ത സമയത്ത് IT രംഗത്ത് എല്ലാവരും 14 മണിക്കൂർ ജോലി ചെയ്യണമെന്ന് പറഞ്ഞു ദിവസം. അപ്പൊ അതേക്കുറിച്ച് ഡോക്ടർക്ക് ഒന്ന് അഭിപ്രായപ്പെടാമോ? അത് ഇൻഫോസിസ്, അത് നാരായണമൂർത്തി ഇപ്പൊ പറഞ്ഞൊരു സാധനമാണ്. അതായത് ആഴ്ചയിൽ നമ്മൾ 70 മണിക്കൂറെങ്കിലും വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. അത് ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്, ജപ്പാനില് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജപ്പാനിലും ജർമ്മനിയിലും ഒക്കെ അങ്ങനെ വർക്ക് ചെയ്തിട്ടാണ് അവർ രാജ്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോയത് എന്നൊക്കെയാണ്. അപ്പൊ അതിന്റെ അവരെ സാമ്പത്തിക താല്പര്യങ്ങൾ, ആ വിഷയങ്ങളിലേക്ക് കടക്കാതെ നമ്മൾ ഹെൽത്തിന്റെ മാത്രം പറയുകയാണെങ്കിൽ, നമ്മളിപ്പം ഞാൻ നേരത്തെ ആദ്യം ഈ ഇതിൽ പറഞ്ഞൊരു സാധനമുണ്ട്. നമുക്ക് 55 മണിക്കൂർ ആഴ്ചയിൽ കൂടുതൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. ഇതിപ്പോ ജപ്പാന്റെ ഉദാഹരണം ഇയാൾ പറയുന്നുണ്ട്, നാരായണമൂർത്തി പറയുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പൊ അത് ജപ്പാനിൽ തന്നെ ഈ ഓവർ വർക്കിംഗ് കൾച്ചർ ഉള്ളതാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട മരണങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. അവരതിനെ കരോഷി എന്ന് പറയുന്നുണ്ട്, കരോഷി സിൻഡ്രോം എന്നൊക്കെ പറയുന്ന ഒരു സംഗതി അവിടെ ജപ്പാനില് ഈ ഓവർ വർക്കുമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് 1960-നൊക്കെ ശേഷമൊക്കെ ഈ വാക്ക് കൂടുതൽ പോപ്പുലർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ആളുകൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നു, വർക്കിന്റെ ഇടയിൽ തന്നെ മരിച്ചു പോകുന്നു. അതുപോലെ തന്നെ ഈ വർക്ക് ഒരുപാട് കൂടുന്ന സമയത്ത് സൂയിസൈഡ് ഉണ്ടാവുന്ന അവസ്ഥയും അവിടെ ജപ്പാനിൽ തന്നെ ഉണ്ട്. അവരെന്താ കരോജി സാറ്റ്സും അങ്ങനെ എന്തൊക്കെയാണ്. അത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയില് പ്രത്യേകിച്ച് ഈ ഒരു നേച്ചർ കൂടുതലാണെന്നുള്ള ഇതുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പഠനം, ഈ 55 മണിക്കൂറിന്റെ പഠനം പറയുമ്പോൾ അവരെ വേറെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് വെച്ചാല്, ഈ കൂടുതൽ വർക്ക് ചെയ്യുന്ന ആൾക്കാര് കാര്യമായിട്ട് ഉള്ളത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണെന്നുള്ളതാണ് ഒരു ഫൈൻഡിങ്. അപ്പം ചൈനയിലും ഇന്ത്യയിലും അതുപോലെ തന്നെ കൊറിയയിലും ഒക്കെ, ഇപ്പൊ ഇവർക്കൊക്കെ, ചൈനക്കാർക്കും കൊറിയക്കാർക്കും ഒക്കെ ഈ ഓവർ വർക്ക് കൊണ്ട് വരുന്ന ഡെത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒക്കെ ഓരോ വാക്കുണ്ട്. എനിക്ക് അതിന്റെ പേരൊന്നും ഓർമ്മയില്ല.
അപ്പം ജപ്പാനിലതാണ് ഇത് കോമൺ ആയിട്ടുള്ളത്. അപ്പൊ നമ്മളത് എനിക്ക് തോന്നുന്നു അത് ഒരു ആരോഗ്യത്തിന്റെ പെർസ്പെക്റ്റീവില് നോക്കിക്കഴിഞ്ഞാല് ശക്തമായിട്ട് എതിർക്കേണ്ട ഒരു നടപടിയാണ്. ഇപ്പൊ നമ്മൾ സ്മോക്കിംഗ് പാടില്ല എന്ന് പറയും. കാരണം സ്മോക്കിംഗ് ഉണ്ടാക്കുന്ന പ്രശ്നം, സ്മോക്കിംഗ് ഇപ്പൊ നമ്മൾ ഒരു ഫൈൻഡിങ് നോക്കിക്കഴിഞ്ഞാൽ ലങ് ക്യാൻസറും സ്മോക്കിങ്ങും ആയിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ റിലേറ്റീവ് റിസ്ക് എന്ന് പറയുന്നത് 25-30. അതായത് വലിക്കുന്ന ഒരാൾക്ക് വലിക്കാത്ത ഒരാളെ സംബന്ധിച്ച് ലങ് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത 25-30 മടങ്ങ് കൂടുതലാണ്. അപ്പൊ സമാനമായിട്ടുള്ള റിലേറ്റീവ് റിസ്ക് അല്ല ഇവർ ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ്. പക്ഷെ ഇവര് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് 30%-ലധികം സ്ട്രോക്ക് വരാനും ഹാർട്ട് ഡിസീസ് വന്ന് മരിക്കാനുള്ള സാധ്യത 17%-ന്റെ അടുത്തൊക്കെയാണെന്ന് WHO, ILO ഒക്കെ പോലുള്ള ആളുകൾ, വലിയ സംഘടനകൾ വലിയ രീതിയിലുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ആരോഗ്യത്തിന്റെ കാഴ്ചപ്പാടിൽ ശക്തമായിട്ട് എതിർക്കേണ്ട ഒരു നിർദ്ദേശമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഒരു ജനറൽ ചോദ്യം വന്നു. ഡിപ്രഷനൊക്കെ കൂടുതലാണെന്ന് ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. ഉണ്ടോന്ന് അറിയില്ല. ജപ്പാനില് ഈ ഓവർ വർക്ക് കൊണ്ടുള്ള ഡിപ്രഷൻ, ജപ്പാനിലൊരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ഒരു സ്റ്റഡി ഉണ്ട്, മെന്റൽ ഹെൽത്തും ഈ വർക്കിംഗ് അവേഴ്സും തമ്മില്. അപ്പൊ അതില് വർക്കിംഗ് അവേഴ്സ് 45 അവേഴ്സിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇറിറ്റബിലിറ്റി, ആങ്സൈറ്റി, ഡിപ്രഷൻ ഇതൊക്കെ കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കൊഹോർട്ട് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ആൾക്കാരെ കുറച്ചു കാലം ഫോളോ അപ്പ് ചെയ്തിട്ട് നടത്തുന്ന പഠനം. അപ്പൊ അത് കുറച്ചും കൂടി നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു പഠനം. അപ്പൊ ജപ്പാനിലെ ആ ഒരു കൾച്ചറും ഉണ്ട്. അപ്പൊ അതിനോടുള്ള പഠനങ്ങളും അവിടെ ഉണ്ടായി വരുന്നുണ്ട്. ഓക്കെ, ഒരു ജനറൽ ആയിട്ടൊരു ചോദ്യം വന്നിട്ട്, ഗുഡ് ഈവനിങ്, എന്താണ് മൈൻഡ്ഫുൾനെസ്? സുലജ ആണ് ചോദിച്ചത്. അത് എപ്രകാരമാണ് സ്ട്രെസ്സിനെ കുറയ്ക്കുന്നത്? മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എങ്ങനെയാണ് സ്ട്രെസ്സിനെ കുറയ്ക്കാൻ സാധിക്കുക? ഞാൻ മൈൻഡ്ഫുൾനെസ് എന്താന്ന് പറയാനുള്ള ഞാൻ ആധികാരികമായിട്ട് മൈൻഡ്ഫുൾനെസ് ആ പ്രാക്ടീസ് പഠിച്ച ആളൊന്നും അല്ല. പക്ഷെ ബേസിക്കലി അതിന്റെ ഒരു തത്വം പറയാം. അപ്പൊ അതില് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ പ്രസന്റിൽ ഉണ്ടാവുക, നമ്മുടെ സെൻസറി എക്സ്പീരിയൻസിനെയൊക്കെ നമ്മൾ ഈ വർത്തമാനകാലത്തിലെ അതേ നിമിഷത്തിൽ അനുഭവിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറയാം. സാധാരണ രീതിയിൽ ഉണക്കമുന്തിരി തരും ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീഷണേഴ്സ്. എന്നിട്ട് നമ്മൾ അത് കയ്യിലെടുത്ത് നോക്കണം. അപ്പൊ കയ്യിലെടുത്ത് നോക്കുമ്പോൾ അതിന്റെ ആ ടച്ച്, അത് ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണ്. പിന്നെ നമ്മൾ അതിനെ നോക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ആ വിടവുകളും മറ്റേ ബ്രൗണും കറുപ്പും ഒക്കെ ആയിട്ടുള്ള കളറും അതിനകത്ത് ലൈറ്റ് വീഴുന്ന പാറ്റേണും ഒക്കെ ശ്രദ്ധിക്കുക. പിന്നെ അത് ചെവിയിൽ വെച്ചിട്ടൊന്ന് ഞെക്കി നോക്കുമ്പോൾ എന്തെങ്കിലും ഒച്ച കേൾക്കുന്നുണ്ടോ നോക്കുക, അത് കാണുക. അത് കഴിഞ്ഞിട്ട് വായില് അത് വെറുതെ വെക്കുക. എന്നിട്ട് നാവുമില്ല അത് എക്സ്പീരിയൻസ് എന്താണ് ഉണ്ടാക്കുന്നത് നോക്കുക. പിന്നെ കുറച്ചൊരു ഭാഗം കടിച്ചു നോക്കുക. അപ്പൊ കിട്ടുന്ന രുചി നമ്മൾ ആ അപ്പൊ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാന്നാ പറയുന്നത്. നമ്മളെ സെൻസറി എക്സ്പീരിയൻസ് നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് മനസ്സിലാക്കി അത് അനുഭവിക്കുക, ആ പ്രസന്റിൽ നിൽക്കുക. എത്ര സമയം നിൽക്കാൻ പറ്റുന്നൊക്കെ ഉള്ളത് പ്രശ്നമാണ്. അതാണ് മൈൻഡ്ഫുൾനെസിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ പ്രസന്റില് മനസ്സിലാക്കിയിട്ട് നിൽക്കാന്നുള്ളത്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഫ്യൂച്ചറിനെ പറ്റി തോട്ട്സ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ അല്ലാണ്ട് നോക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് വരും. അത് സ്ട്രെസ്സിനെ എങ്ങനെ കുറയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ. ഈ പറയുന്ന ബ്രെയിനിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സീസൺഡ് ആയിട്ടുള്ള മൈൻഡ്ഫുൾനെസ് പ്രാക്ടീഷണേഴ്സ്, പ്രത്യേകിച്ച് ബുദ്ധിസ്റ്റ് മോങ്സിനൊക്കെ ബ്രെയിനിൽ ചേഞ്ചസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതായത് അവർ വെറുതെ ഇരിക്കുന്ന സമയത്തും മറ്റാളുകൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന അതേ സമയത്തെ പാറ്റേണുകളാണ് fMRIയിൽ കാണുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന കോർട്ടിസോളിന്റെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ കുറയുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പം ശരീരത്തിൽ അത് ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് എക്സാക്ട്ലി എങ്ങനെയാ വർക്ക് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു അതിന്റെ സയൻസ് എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ സയൻസ് അത്ര ക്ലിയർ ആണെന്ന് തോന്നുന്നില്ല. ഓക്കെ, ഇനി നേരിട്ട് ചോദിക്കാവുന്നതാണ്. എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ ഓഫീസിലത്തെ വർക്ക് ലോഡിനെ പറ്റിയിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ പല ഓഫീസുകളിലും ഇപ്പോൾ ഓരോരുത്തരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യു ക്യാൻ ഡു ഇറ്റ്, നിങ്ങൾക്ക് ഇനിയും ചെയ്യാൻ പറ്റും, ഇത് നിങ്ങളുടെ കഴിവിൻ്റെ 50% ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ട് കൂടുതൽ പണി ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇനീഷ്യലി അറ്റ്ലീസ്റ്റ്
ജോലിക്കാർക്ക് ഒരു മോട്ടിവേഷൻ കിട്ടേണ്ടതെന്ന് മാത്രമല്ല അതിൽ അവർ ഹരം കാണുന്നുണ്ട്. അപ്പോൾ അത് പക്ഷെ അത് കുറേ കാലം തുടർച്ചയായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അവരുടെ ഇത്? അപ്പോൾ ഈവൻ ഒരു ആളെ കൊണ്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിനെ കൊണ്ട് 10 മണിക്കൂറും 12 മണിക്കൂറും ചിലപ്പോൾ 14 മണിക്കൂറും ഒക്കെ സ്ഥിരമായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് എന്താണ് അതിന്റെ എഫക്റ്റ് വരിക എന്നറിയാൻ താല്പര്യമുണ്ട്. ഒരുതരം ഓവർ മോട്ടിവേഷനെ ടൈം കൂടെയാണ് ചെയ്യിപ്പിക്കണത്. അതിന് ഒരു ചെറിയ ഇൻസെന്റീവ് കൊടുക്കുക, അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നത്. ഓവർ ടൈം ചെയ്യുമ്പം ഒരു കൃത്യമായിട്ടൊരു നമ്പേഴ്സ് ഉണ്ടോന്ന് അറിയില്ല, എത്ര അവേഴ്സ് ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഓവർ ടൈം കൂടുന്നതിനനുസരിച്ചിട്ട് ഈ പറയുന്ന സ്ട്രെസ്സിന്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ വർക്കിൽ വരുന്ന എറേഴ്സും ഒക്കെ കൂടുന്നു എന്നുള്ളതാണ് കണക്ക്. അപ്പൊ അതുകൊണ്ട് ഇപ്പം മിക്കവാറും പല സ്ഥലങ്ങളിലും ഓവർ ടൈമിന് ഇതുണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. മാക്സിമം ഒരു മാസം ഇത്രയും ഓവർ ടൈം ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു പരിധി കൂടുതൽ ഓവർ ടൈം ചെയ്യരുത് എന്നുള്ള കണക്കുകളുണ്ട്. അപ്പം എന്തൊക്കെ തന്നെയാണെങ്കിലും വർക്കിംഗ് അവേഴ്സ് കൂടുന്നതിന് ഡയറക്റ്റ് ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്, അതിൽ സംശയമൊന്നുമില്ല. വർക്കിംഗ് അവേഴ്സ് കൂടുന്നത് എന്തായാലും ആരോഗ്യത്തെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് ഒരു പാറ്റേൺ എന്നുള്ളത്, ഇപ്പൊ ഒരു ദിവസവും 2 ദിവസവും ഒരു കാര്യം ചെയ്യാൻ നമ്മൾ ഓവർ വർക്ക് ചെയ്തു എന്നുള്ളതിലപ്പുറം അതൊരു പാറ്റേൺ ആയിട്ട് സിസ്റ്റമിക് ആയിട്ട് വർക്കിംഗ് അവേഴ്സ് കൂടുന്നത് പ്രശ്നം തന്നെയാണ്. മിക്കവാറും ഈ എംപ്ലോയീസിന് അവരവരുടെ ഓഫീസിലെയോ അല്ലെങ്കിൽ അവരവരുടെ ജോലി സ്ഥലത്തെയോ പ്രഷർ കുറയ്ക്കാൻ സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതായത് മാനേജ്മെന്റിനെ സ്വാധീനിക്കാനോ കാര്യങ്ങളൊക്കെ ഒന്നും ഇപ്പോഴത്തെ ഇതിൽ പറ്റില്ല. ഇപ്പോൾ യൂണിയൻ ലീഗിൽ അവർ തമ്മിൽ പ്രശ്നങ്ങൾ പങ്കിടാൻ തന്നെ അവർക്ക് സമയം ഉണ്ടാവണില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ സ്വന്തം എന്ത് ചെയ്യാൻ പറ്റും? സ്വയം എങ്ങനെ പ്രഷർ കുറയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും? അതില് നേരത്തെ പറഞ്ഞ പോലെ 2 ഫാക്ടേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന് എന്താ വെച്ചാൽ ജോലിന്റെ ഡിമാൻഡ് ആണ്, അത് എക്സസീവ് ആണെങ്കിൽ ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട് ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതായത് നമ്മളൊരു സർട്ടൻ സ്റ്റാൻഡേർഡ്സിലേ ചെയ്യുള്ളൂ, നമ്മൾ ഭയങ്കര ഹയർ എക്സ്പെക്ടേഷൻ വെക്കുന്നു, കൂടുതലായിട്ട് ചെയ്യുന്നു. പിന്നെ ജോലി സമയം കഴിഞ്ഞിട്ടും, അതായത് ഇപ്പൊ നമുക്ക് ഒരു 5 മണിക്ക് ജോലി കഴിയുകയാണെങ്കിലും നമ്മൾ വർക്കിനെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ചെയ്യുന്നു. കൃത്യമായിട്ടുള്ള ഒരു ബൗണ്ടറി ജോലിയും ജോലിക്ക് പുറമെയുള്ള ജീവിതമായിട്ട് വെക്കുന്നില്ല. എപ്പോഴും ജോലിയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ അവൈലബിൾ ആവുന്ന രീതിയിൽ ഉണ്ടാവുന്നു. അപ്പം നമുക്ക് നമ്മളെ ഒരു റൈറ്റ്സ് എന്നുള്ള രീതിയിൽ ഈ ജോലി സമയം ഇതാണ്, ആ സമയത്തെ നമ്മൾ അവൈലബിൾ ആവും എന്നുള്ളത് അസേർട്ടീവായിട്ട് പറയണം എന്ന് തോന്നുന്നു. കാരണം പലപ്പോഴും ഇപ്പൊ ബാങ്കിങ്ങിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സംഗതി, വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞിട്ട് ഇവര് മീറ്റിംഗ് വിളിക്കും, ഓൺലൈൻ മീറ്റിംഗ് വിളിക്കും. അപ്പൊ അത് കഴിഞ്ഞാൽ വീട്ടിൽ പോയി കഴിഞ്ഞാലും ഇത് ചെയ്യാനുള്ള ഒരു സാഹചര്യമായിരിക്കും. അപ്പൊ അങ്ങനത്തെ അത്തരം സാധനങ്ങളോടൊക്കെ നമുക്ക് നോ പറയാൻ അവസരങ്ങളുണ്ട്. അപ്പൊ അത് ചെയ്യാനുള്ളത് ചെയ്യാം. പിന്നെ നമ്മളെ ഭാഗത്തും നമ്മൾ എന്താണ് സാധാരണ പറ്റുന്ന രീതിയിൽ ജോലി ചെയ്യാന്നുള്ളതാണ്. അതിനപ്പുറത്ത് നമ്മളൊരു ഹയർ എക്സ്പെക്ടേഷനും ഭയങ്കരമായിട്ടുള്ള കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള സ്പിരിറ്റും ഇത്തരം സാധനങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കുറെ മാറ്റങ്ങൾ വരും. പിന്നെ ബാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫിക്സ് ചെയ്യുന്നതിന്റെ വേറൊരു ഇഷ്യൂ എന്ന് പറയുന്നത്, ഓരോ ആൾക്കും ഓരോ പ്രശ്നം കൊണ്ടായിരിക്കും ഈ വിഷയം ഉണ്ടാവുക. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് പറയുന്നതിനേക്കാളും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരാളെ പ്രശ്നം എന്താണെന്ന് നോക്കിയിട്ടാണ് പലപ്പോഴും ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്താണെന്ന് പറയാൻ പറ്റുക. ഫ്രാൻസിസ്, ഓക്കെ, ഞാൻ ചോദിച്ചു വന്നത് ഇപ്പം ഒരു ജോലി സ്ഥലത്ത് മറ്റൊരു എംപ്ലോയറിന്റെ കീഴിൽ നമ്മൾ 30-40 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ അത് സ്ട്രെസ് കൂട്ടും. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷെ ഈ ജോലി ചെയ്യുക എന്നത് സ്വന്തമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു എന്റർപ്രണർ ആണ്, അപ്പോൾ അവർക്കതൊരു ഒരു പെയ്ഡ് ജോലിയല്ലല്ലോ, ഒരു മിഷനാണ്. അവർ ചിലപ്പോൾ 80-90 മണിക്കൂർ ഒരാഴ്ചയിൽ ജോലി ചെയ്തെന്ന് വരും. അത് അവിടെ ഇത്ര സ്ട്രെസ് ഉണ്ടാവുമോ? ബയോളജിക്കലി ഓക്കെ, ഇമ്പോസിബിൾ ആണെങ്കിൽ ഇഷ്യൂ ഉണ്ടാവും. അല്ലാതെ ഇങ്ങനെ മാനസികമായിട്ടുള്ള ഒരു സ്ട്രെസ് ഉണ്ടാവുക, കാരണം അവർക്കൊരു ലക്ഷ്യം മുന്നിലുണ്ട്, അത് നേടാനുള്ള ഒരു റേസാണ്. അത് ബയോളജിക്കൽ നീഡ്സ് ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവുമോ? കൂടുതൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട്. അത് അറിഞ്ഞൂടാ, അത് എംപിരിക്കലായിട്ട് എന്തെങ്കിലും ഫൈൻഡിങ്സ് അതിനകത്തുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. ആകെ ഞാൻ കണ്ടത് ഇവര് ചൈനീസ് ഓണ്ടർപ്രണേഴ്സിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഓവർ വർക്ക് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്, പ്രത്യേകിച്ച് എപ്പോഴും അവൈലബിൾ ആവാനും ഇതിനൊക്കെ. അപ്പൊ അത് പക്ഷെ
അതിന്റെ ഹെൽത്ത് ഇഷ്യൂസിനെ പറ്റിയിട്ടൊക്കെ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഓക്കെ. അല്ല, ഞാൻ പറഞ്ഞത് മറ്റൊരു ആൾക്ക് വേണ്ടിയിട്ടല്ല, സ്വന്തമായിട്ട് എനിക്ക് സ്വന്തം ഒരു മനസ്സിലായി. നമ്മളൊരു മിഷൻ പോലെ ചെയ്യുകയാണെങ്കിൽ ആ, അത് വരുന്നുണ്ടോ ഇത് സോഷ്യൽ ആക്ടിവിസ്റ്റിന്റെ ഇടയിലൊക്കെ ബേൺ ഔട്ട് ഉണ്ട് എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ സ്റ്റഡീസും ഉണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മളൊരു മിഷൻ ഇറങ്ങുമ്പോൾ ഉം. അതിനിപ്പോ ഓവർ വർക്ക് ചെയ്താല് അത് എങ്ങനെയാണ് സ്ട്രെസ് ആയിട്ട് ഏത് രൂപത്തിലാണ് അതിന്റെ ഒരു ഹെൽത്ത് ഇമ്പാക്ട്സ് എന്നുള്ളത് അറിഞ്ഞൂടാം. ഈ സ്റ്റഡീസ് ഒന്നും ഞാൻ കണ്ടില്ല. സോഷ്യൽ ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ അങ്ങനെയുള്ള മേഖലകളൊക്കെ ചെയ്യുന്നവർ ഒരു മിഷനായിട്ട് ചെയ്യുമ്പം അവരുടെ ഉണ്ടായിരുന്ന പല അസുഖങ്ങളെയും അവർ വെല്ലുവിളിച്ച് മുന്നോട്ട് പോയി ലൈഫ് നീട്ടിക്കൊണ്ട് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഈ ജിന്നയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു മെൻഷൻ ഉണ്ട്, എനിക്ക് തോന്നുന്നത് ആ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റിനകത്ത്. അയാള് കാരണം അയാളെ അവൻ വർക്ക് കൊണ്ടും എന്തോ നേടാനുള്ള ഒരു പോക്കാണല്ലോ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ അസുഖങ്ങളെയൊക്കെ ഫൈറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് പറയാറുണ്ട്. പ്രത്യേകിച്ച് പബ്ലിക് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവര്, അവര് പ്രത്യേക ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ജീവിക്കുന്നവര്, മിഷൻ ആയിട്ട് ജീവിക്കുന്നവർക്ക്. അപ്പൊ അത് ചിലപ്പം പോസിറ്റീവായിട്ടും ബാധിക്കാറില്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. പോസിറ്റീവ് എഫക്റ്റും ഇല്ലേ അങ്ങനെയുള്ള ഒരു ഉണ്ടാവാം. ഉറപ്പിച്ച് നമുക്ക് പറയാൻ സ്പെക്യുലേറ്റ് ചെയ്യാനേ നിവർത്തിയുള്ളൂ. വേറെ ഡാറ്റ ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ. അങ്ങനെ അത്തരത്തിലുള്ള പഠനം നടന്നിട്ടുണ്ടാവാനുള്ള സാധ്യത കുറവായിരിക്കും അല്ലെ? ഞാൻ അതിനോട് ബന്ധപ്പെട്ട് റൈറ്റേഴ്സിന്റെ ഒരു കാര്യം ചോദിക്കട്ടെ. റൈറ്റേഴ്സ് ചിലപ്പോൾ ചെയ്യാൻ ഡെഡ് ലൈൻ ബുദ്ധിമുട്ടായിരിക്കും. രാത്രിയിൽ ഒരുപാട് സമയം ഉറക്കം വളരെ റൈറ്റേഴ്സ് എഴുത്തുകാര് അപ്പോ വളരെ ഉറക്കം. അതെ, ഇപ്പൊ ഞാൻ കാണുന്നത് എന്റെ സ്വന്തം എക്സ്പീരിയൻസ് മാത്രമല്ല, ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ അത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പല റൈറ്റേഴ്സിനും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഈ ചോദ്യത്തെ ഒന്ന് തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ, അപ്പം ഡോക്ടറുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് നമ്മൾ വിശ്രമിക്കേണ്ടത്? അതിന് വല്ല ശാസ്ത്രീയമായ രീതിയുണ്ടോ വിശ്രമിക്കാൻ? അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന പോലെ ജോൺസൺ മാഷിന്റെ ചായയും അല്ല പാട്ടും കട്ടൻ കാപ്പിയും കുടിച്ചിരുന്നു കഴിഞ്ഞാൽ വിശ്രമാവോ? അല്ലെങ്കിൽ നമ്മൾ ടൂർ പോയാൽ വിശ്രമാവോ? കാരണം ഇത് ചോദിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ പലപ്പോഴും നമ്മളുടെ വിശ്രമത്തിനുള്ള രീതികൾ ഒരുപാട് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പം നമ്മൾ ജോലി കഴിഞ്ഞാൽ പോലും നമ്മൾ നിരന്തരം വാട്സപ്പിൽ നോക്കിയിരിക്കുകയാണെങ്കിൽ അത് അതിലുള്ള വർക്കായിട്ട് മാറുന്നുണ്ടാവാം. അത് സ്ട്രെസ് അക്യുമുലേറ്റ് ചെയ്യിക്കുന്നുണ്ടാവാം. പിന്നെ സ്ട്രെസ് ബസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറെ പരിപാടികളൊക്കെ പ്രത്യേകിച്ച് നഗരങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ഇപ്പം ഷോപ്പിംഗ് എന്നുള്ളത് പലപ്പോഴും സ്ട്രെസ് ബസ്റ്റിംഗ് ആയിട്ട് നമ്മൾ പരിഗണിക്കാറുണ്ട്. അപ്പം ഇതിന് ഈ സ്ട്രെസ്സിനെ അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയാണ് വിശ്രമിക്കേണ്ടത് എന്നുള്ളൊരു വളരെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയുണ്ടോ? അത് ഞാൻ പറയാം. ഞാൻ നേരത്തെ ചോദ്യത്തിന്റെ ഫ്രാൻസിലേട്ടൻ ചോദിച്ചതിന്റെ ഒരു ഭാഗം കൂടെ ഒന്ന് ചെറുതായിട്ട് കൂട്ടിച്ചേർത്തിട്ട്, നമ്മൾ ഈ പഠനങ്ങളിലൊക്കെ ഈ ജോലി സമയം കുറയുന്നതാണെങ്കിലും അതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ് നോക്കുകയാണെങ്കിലും ഒക്കെ ഇൻകം ഫിക്സ് ചെയ്യുന്ന രീതിയിലാണ്. അതായത് ഇപ്പൊ ഇൻകം അതിൽ പ്രധാന ഒരു ഇതെന്ന് വെച്ചാൽ ഇൻകം ഫിക്സ് ചെയ്ത്, അതായത് ഇപ്പൊ ഫ്രാൻസിൽ നടത്തിയ പഠനമാണെങ്കിൽ ഇൻകം 35 മണിക്കൂർ ജോലി കുറച്ചാലും ഇൻകം കുറയുന്നില്ല. അങ്ങനെ ആവുമ്പോഴേ എന്താണ് ഈ പറയുന്ന ഹെൽത്ത് ബെനിഫിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഇൻകം കുറയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി പല കാര്യങ്ങളും ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും മറ്റും ഒക്കെ വേണ്ട ബാക്കി കാര്യങ്ങളിലൊക്കെ പ്രശ്നം വരും. അപ്പൊ ഇതിനകത്ത് ഓണ്ടർപ്രണേഴ്സിന്റെ കേസിലൊക്കെ കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ ഇൻകം കൂടുമ്പോൾ അത് ആ ഒരു വാരിയബിൾ ഇതിനകത്ത് ഈ ഒക്യുപേഷണൽ സാധനങ്ങളിലൊക്കെ പ്രധാനമാണ്. ഇൻകം ഫിക്സ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ പഠിക്കുന്നത്. വേറെ എന്താ വെച്ചാല് ഈ ആക്ടിവിറ്റീന്റെ ഒരു ലെവല്, അതായത് അത് റെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടും വരും. അതായത് വെൽബീയിങ്ങും ഹെൽത്തും ഒക്കെ നോക്കുമ്പോൾ നമ്മൾ 35 അവേഴ്സ് റഫ്ലി ചില പഠനങ്ങളിൽ നോക്കുമ്പോൾ 35 അവേഴ്സ് കുറഞ്ഞ് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഹെൽത്ത് പ്രോബ്ലംസ് കൂടുതലാണെന്നാണ് കാണുന്നത്, അല്ലെങ്കിൽ അസോസിയേറ്റഡ് ആണ് എന്നാണ് കാണുന്നത്. 55 അപ്പൊ ഒരു യു ഷേപ്ഡ് കർവാണ് വരച്ചു കഴിഞ്ഞാല്. അതായത് നമ്മളെ വർക്കിംഗ് അവേഴ്സ് എക്സ് ആക്സിസിലും മറ്റേത് ഹെൽത്ത് പ്രോബ്ലംസ് വൈയിലും വരച്ചാല് ഒരു യു ഷേപ്ഡ് കർവാണ്. അപ്പൊ എന്താ വെച്ചാൽ കുറഞ്ഞ വർക്കിംഗ് അവേഴ്സ് ഉള്ളവർക്ക് കൂടുതൽ ആരോഗ്യ പ്രശ്നമുണ്ട്. അതിന് രണ്ട് കാര്യമുള്ളത്. ഒന്നെന്താ വെച്ചാൽ ഈ ആരോഗ്യ പ്രശ്നം ഉള്ളവർക്ക് അധികം വർക്ക് ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു പ്രശ്നം അവിടെ വരും. അപ്പൊ അതിന്റെ അസോസിയേഷൻ ഡയറക്ഷൻ തിരിച്ചിട്ടാണ്.
പിന്നെ കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ റെസ്റ്റിന്റെ കാര്യം അതിലേക്ക് വരുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പൊ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് വലിയ പ്രശ്നമാണ്. നമ്മൾ റെസ്റ്റ് കൺസെപ്ച്വലൈസ് ചെയ്യാനുള്ള അറ്റംപ്റ്റ്സ് ഒക്കെ സത്യം പറഞ്ഞാല് അത്ര ഒരു സയന്റിഫിക് ആയ രീതിയിൽ അധികം നടന്നിട്ടില്ല. ഇപ്പൊ ഞാനൊരു റിവ്യൂ നോക്കിയപ്പോൾ കണ്ടത് ഈ ഡോക്ടർമാര് അസുഖമൊക്കെ വരുമ്പോൾ റെസ്റ്റ് അഡ്വൈസ് ചെയ്യും. അപ്പൊ ആക്ച്വലി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഉദ്ദേശിക്കുന്നത് മിക്കവാറും ആൾക്കാർ കിടക്കുക, സ്ലീപ്പ് ആവാന്നൊക്കെ, ഉറങ്ങാന്നൊക്കെ ഉള്ളതായിരിക്കും ഉദ്ദേശിക്കുന്നത്. സ്ലീപ്പാണ് പിന്നെ ഒരു റെസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു സാധനം. പക്ഷെ വേറൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും റെസ്റ്റ് കിടന്നു കഴിഞ്ഞാൽ അതൊരു റെസ്റ്റ് ആണോ? അതുപോലെ തന്നെ എൻഫോഴ്സ്ഡ് ആയിട്ടുള്ള റെസ്റ്റ്, അതായത് ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ആൾക്കാരും ഫുൾ റെസ്റ്റ് തന്നെയാണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നമ്മളെ പൂട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വീട്ടു തടങ്കലിലാണ്, നമ്മൾ ഫുള്ള് റെസ്റ്റ് ആണ്. അപ്പൊ അത് റെസ്റ്റ് ആയിട്ട് ആളുകൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം ഇതും നേരത്തെ പറഞ്ഞ മാതിരി തീരെ ജോലി ചെയ്യാത്ത ആൾക്കാരെയും നമുക്കൊന്ന് കൂട്ടി വായിക്കാൻ പറ്റും തോന്നുന്നു. ഇതിൽ ഞാൻ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കിയ ഒരു സാധനം, ഇതിന്റെ എറ്റിമോളജി നോക്കിയപ്പോൾ ഈ റെസ്റ്റ് എന്നുള്ള വാക്കിന്റെ ഒരു ഇത് പറയുന്നത് റോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോർസ് വേർഡാണ്. അപ്പൊ അതിന്റെ ഒരു മീനിങ് ലീഗ് ഓഫ് മൈൽസ് എന്നാ. ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ലെങ്ത്തിന്റെ, അതായത് ഇത്രയും ദൂരം കഴിഞ്ഞാൽ ആണ് റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു മീനിങ് പോലും. അപ്പം ബേസിക്കലി റെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മിക്കവാറും എനിക്ക് തോന്നുന്നു നമ്മളൊരു കൺസെപ്ച്വലൈസ് ചെയ്തില്ലെങ്കിൽ പോലും നമ്മളൊരു ഇംപ്ലിസിറ്റ് ഐഡിയ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നിൽക്കുക എന്നുള്ളതാണ് തോന്നുന്നത്. ഇപ്പൊ അല്ല, സയന്റിഫിക് ആസ് എ ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഒരു സ്ട്രെസ് ഉള്ള ഒരാളോട് എന്താണ് അഡ്വൈസ് ചെയ്തത്? വാട്ട് ഈസ് ദാറ്റ് ഹി ഹാസ് ടു ഡു? അപ്പൊ ഞാൻ അതിലേക്ക് വരാം. അതിലൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാനിത് ഏതായാലും ഇതിന്റെ ഒരു എംപിരിക്കൽ സാധനങ്ങള് നോക്കിയപ്പോ കണ്ടൊരു സാധനം ആകെ വന്നിട്ടുള്ളത് റെസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സർവേ നടന്നിട്ടുണ്ട്. ഇതെന്താ വെച്ചാല് ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞ പോലെ ഇതിനകത്ത് ഒരു വലിയ രീതിയിലുള്ള നോളജ് ഗ്യാപ്പ് ഉണ്ട്. അപ്പം ഇതിനെ വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് വെൽക്കം ട്രസ്റ്റ്, UK വെൽക്കം ട്രസ്റ്റുകാരെ ഒരു ഗ്രൂപ്പിനെ ഏൽപ്പിച്ചു. ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മെഡിക്കൽ മാത്രമൊന്നുമല്ല, ന്യൂറോ സയന്റിസ്റ്റുകളുണ്ട്, സൈക്കോളജിസ്റ്റുകളുണ്ട്, ആർട്ടിസ്റ്റുകളുണ്ട്, ആന്ത്രപ്പോളജിസ്റ്റുകളുണ്ട്. കാരണം റെസ്റ്റ് ഒരു എന്താ പറയാ ഒരുപാട് മേഖലകളെ ബാധിക്കുന്ന ഒരു സാധനം ആയതുകൊണ്ട് അപ്പൊ അവരൊരു സർവേ നടത്തി, റെസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അവര് നടത്തിയിട്ട് ആൾക്കാരോട് ചോദിച്ചപ്പോ ഒരു ചോദ്യം എന്താ വെച്ചാൽ ഈ പറഞ്ഞ മാതിരി മിക്കവാറും ഒരു 2/3 റെസ്റ്റ് ഡെഫിസിറ്റ് ഉണ്ട്, നമുക്ക് റെസ്റ്റ് പോരാന്നാണ് ആൾക്കാർ പറയുന്നത്. വേറെ ഒന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് ഡെഫിസിറ്റ് ഉള്ള ആൾക്കാർക്ക് ഒരു വെൽബീയിങ് കുറവായിട്ടും കാണുന്നുണ്ട്. പക്ഷെ അതിൽ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് റെസ്റ്റ് ആയിട്ട് ആൾക്കാർ കൂട്ടുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതില് അവര് കുറെ ഒരു ലിസ്റ്റ് ഉണ്ട്. അപ്പൊ അതിനകത്ത് കുറച്ചെണ്ണം ഇവര് പറയുന്നത് എന്താ വെച്ചാല് ഒരു കൂടുതൽ ആൾക്കാർ പറഞ്ഞത് റീഡിങ് ആണെന്നുള്ളതാണ്. പിന്നെയുള്ള ആൾക്കാർ പറയുന്നത് സ്പെൻഡിങ് ടൈം ഇൻ നേച്ചർ, ഐ വാണ്ട് ടു ബി അലോൺ. വേറെയും എന്തെങ്കിലും ചോദിക്കാവുന്നതാണ് കേട്ടോ. ഞാൻ എന്റെ ചോദ്യങ്ങൾ ഇതിൽ മാത്രം ഒതുക്കി നിർത്തിയത് നമ്മളുടെ പ്രോട്ടോകോൾ കാരണമാണ്. പക്ഷെ ഒരു മനഃശാസ്ത്രത്തിന് കിട്ടിയ അവസരമാണ്, എന്ത് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ് നിങ്ങൾക്കെല്ലാം. ആരും ചോദിക്കുന്നില്ല. എനിക്കൊരു ചോദ്യം ഉള്ളത്, ഇപ്പൊ ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് ഈ മൈൻഡ്ഫുൾനെസ്സുമായി ചേർത്ത് വായിക്കുമ്പം നമ്മൾ ഒട്ടനവധി ഡിസ്ട്രാക്ഷൻസിന്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു 3 മിനിറ്റ് പോലും നമ്മൾ കണക്റ്റഡ് ആയിട്ടാണ് എല്ലപ്പോഴും. അതായത് വാട്സപ്പ് മുതൽ സോഷ്യൽ മീഡിയ മുതൽ TV. ഇത് ഒരു സൊസൈറ്റൽ ലെവലിൽ ഒരു ഓവറോൾ ആങ്സൈറ്റിക്കോ അല്ലെങ്കിൽ സ്ട്രെസ്സിനോ കാരണമാവുന്നുണ്ട്. അങ്ങനെ വല്ല പഠനങ്ങളും നടന്നിട്ടുണ്ട് എവിടെയെങ്കിലും? ഇതില് ഡിസ്ട്രാക്ഷൻസ് കൂടുതലുണ്ട്. നമുക്ക് തന്നെ അറിയാം, ഇപ്പം ഈ പറയുന്ന സോഷ്യൽ മീഡിയ വരുന്നു, പിന്നെ എൻജോയ്മെന്റിനൊക്കെ ഉള്ള ഒരുപാട് ഏരിയാസ് വരുന്നു. അപ്പം നമ്മളെ എന്താ പറയുക അറ്റൻഷനെ ബാധിക്കുന്നുണ്ട്, കോൺസെൻട്രേഷനെ ബാധിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള പഠനങ്ങളുണ്ട്. കൂടുതൽ എക്സ്പോഷർ ഇത്തരം എന്താണ് മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവുമ്പോൾ അറ്റൻഷനെ ബാധിക്കുന്നു, കോൺസെൻട്രേഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെയുള്ള പഠനങ്ങളുണ്ട്. സോളിഡ് ആയിട്ടുള്ള പഠനങ്ങൾ എനിക്ക് തോന്നുന്നു വലിയ പഠനങ്ങളെ ഒരുപക്ഷെ ഞാൻ അധികം കണ്ടിട്ടില്ല, ഞാൻ സ്പെസിഫിക് ആയിട്ട് നോക്കിയിട്ടുമില്ല. വരാനിരിക്കുന്നേ ഉണ്ടാവുള്ളൂ. അതിന്റെ ഒരു നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ പ്രിവലന്റ് ആയ ഒരു സമയവും ഇനിയിപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട വലിയ പഠനങ്ങൾ TV ആയിട്ട് ബന്ധപ്പെട്ടിട്ട് 2 വലിയ പഠനങ്ങൾ ശരിക്കും വന്നിട്ടുണ്ട്. TV ഇങ്ങനത്തെ മാനസിക പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. ഒന്ന് ബ്രസീലിലെ നാഷണൽ ഹെൽത്ത് സർവേന്റെ ഭാഗമായിട്ട് വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, എനിക്ക് 60,000 ആളുകളായിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്ര ആളുകളിൽ ഈ TV ആയിട്ട് ബന്ധപ്പെട്ട ഒരു പഠനം നടത്തിയിട്ട് കണ്ടെന്ന് വെച്ചാല് TV
ഉപയോഗിക്കുന്ന ഇപ്പൊ 5 മണിക്കൂറിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകളിൽ ഇപ്പൊ അവര് ഡിപ്രസീവ് സിംറ്റംസ് ആണ് നോക്കിയത്. അപ്പൊ അതിൽ കണ്ടത് വെച്ചാൽ ടി വി 5 മണിക്കൂർ കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകളിൽ ഡിപ്രസീവ് സിംറ്റംസ് കാണുന്നുണ്ട്. 1 മണിക്കൂറിൽ താഴെ ഉപയോഗിക്കുന്ന ആളുകളിലും ഡിപ്രസീവ് സിംറ്റംസ് കാണിക്കുന്നുണ്ട്. 2 to 5 വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് പ്രത്യേകിച്ച് ടി വി കൊണ്ട് ഉണ്ടാവുന്നതാണ് എന്നൊന്നും അർത്ഥമില്ല. ഈ പ്രശ്നങ്ങളുള്ള ആളുകൾ ഒരുപക്ഷെ കൂടുതൽ ടി വി ഉപയോഗിക്കുന്നതാവാം. പക്ഷെ സിമിലർ ആയ റിസൾട്ട് യൂറോപ്യൻ കൊഹോട്ടിലും ഇതേപോലെ തന്നെ ഒരു പഠനം നടത്തിയിട്ട് ഏറെക്കുറെ സിമിലർ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം എന്തൊക്കെ പറഞ്ഞാൽ ഈ പറയുന്ന ഇത് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇത് പഠിച്ചെടുക്കുന്നത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രക്രിയ ആയിരിക്കും. കാരണം ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് മാനസിക പ്രശ്നങ്ങൾ വരുന്നതാണോ, അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങളുള്ള ആളുകൾ ആ പ്രയാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്തരം സാധനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നതാണോ എന്നുള്ളത്, അതിന്റെ ഡയറക്ഷൻ ഏത് ഭാഗത്തിലാണ് ഇതിന്റെ ഒരു കോസാലിറ്റി വർക്ക് ചെയ്യുന്നതെന്ന് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരു സംഗതിയും കൂടി ഉണ്ട്. പിന്നെ ഉള്ള ഒരു കാര്യം, ഡിസ്ട്രാക്ഷന്റെ ഒരു തലം എന്തായാലും എനിക്ക് തോന്നുന്നു അതിന് കുറച്ച് എവിഡൻസ് ഒക്കെ ഉണ്ട്. ഈ പറയുന്ന രീതിയിൽ അറ്റൻഷനും കോൺസെൻട്രേഷനും ഒക്കെ കോംപ്രമൈസ്ഡ് ആവുന്നു എന്നാണ്. ഇതുമായി ചോദിച്ചോളൂ. എന്റെ ഒരു സുഹൃത്ത് ഒരു മൾട്ടിനാഷണൽ ഫാർമസ്യൂട്ടിക്കലിലെ ഒരു അപ്പർ മിഡിൽ ലെവലില് വർക്ക് ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ കുറെ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടായി ഒരു 45 ഒക്കെ ആയപ്പോഴ്. അപ്പോൾ അതെല്ലാം നോക്കി ചെറിയ സൈക്കാട്രിക് ഹെൽപ്പ് എടുക്കേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത അഡ്വൈസ്, ടേക്ക് എ സബാറ്റിക്കൽ ആൻഡ് ലീഡ് ദി ലൈഫ് ഓഫ് എ സിമ്പിൾ ഫാർമർ ഫോർ 6 to 1 year. നടക്കുമെന്നുള്ളതാണ് പക്ഷേ ഉപദേശം കൊടുക്കാൻ എളുപ്പമാണ് അല്ലേ? ഇനിയും ചോദ്യങ്ങൾ വല്ലതും ഉണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഒഫീഷ്യലി ഈ ഡിസ്കഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അതിന് വളരെ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ളൊരു ഐഡിയ അതിനെ കുറിച്ച് തന്നതിന് വളരെ നന്ദി. നമ്മളുടെ ഇതിന്റെ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് ഞങ്ങൾ വിളിക്കും. അപ്പം വീണ്ടും വരിക. അപ്പം ഇതോടുകൂടി ഞാൻ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.